ഹായ്, ഇന്ന് നമ്മൾ കൊഴുക്കട്ട ശനി ആചരിക്കുകയാണ്. ഈശോ 40 ദിവസം ഉപവസിച്ചതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വരെ നോമ്പ് നോക്കിയത്. 40-ാം വെള്ളിയാഴ്ചയായിരുന്നു ഇന്നലെ. അതിനുശേഷമുള്ള ശനിയാഴ്ചയാണ് കൊഴുക്കട്ട ശനിയായിട്ടാണ് ആചരിക്കുന്നത്. ഇത് ഈശോ ബഥാനിയയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രാമധ്യേ ലാസറിൻ്റെ ഭവനത്തിൽ കയറിയപ്പോൾ ലാസറിൻ്റെ സഹോദരിമാരായ മർത്തായും മറിയയും പെട്ടെന്ന് മാവ് കുഴച്ച് ഈശോയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു ഭക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മളതിനെ കൊഴുക്കട്ട ശനി എന്ന് വിളിക്കുന്ന ഇതാണ് എൻ്റെ അറിവ്. ഇപ്പോഴത്തെ ഗ്യാസ് ഷോർട്ടേജ് കാരണം ഞങ്ങളുടെ വീട്ടിലെ 2 ഗ്യാസ് കുറ്റിയും തീർന്നു. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ ഇട്ടിരുന്ന അടുപ്പൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ പാത്രങ്ങളും കരി പറ്റിക്കണ്ടല്ലോ എന്ന് കരുതി ഇഡ്ഡലി പാത്രം ഉപയോഗിച്ചില്ല. ഒരു ചരുവത്തിൽ ഇഡ്ഡലി തട്ട് വെച്ച് അതിൻ്റെ അകത്താണ് കൊഴുക്കട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് നമ്മുടെ ഈശോയുടെ പീഡാനുഭവ യാത്രയിൽ പങ്കുചേരാം. ഈശോയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.